1991 ജൂലൈ 23 US-ലെ മിൽവോക്കി സിറ്റി. മിൽവോക്കി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു. ഫോണിൻ്റെ മറുതലയ്ക്കിൽ നിന്നും അവർ കേട്ടത് അസാധാരണമായ ഒരു കാര്യമായിരുന്നു. കൈവിലങ്ങുകൾ അണിഞ്ഞ നഗ്നനായ ഒരു മനുഷ്യൻ തെരുവിലൂടെ ഓടി നടക്കുന്നു എന്ന വിവരമാണ് അവർക്ക് ലഭിച്ചത്. വിവരം കിട്ടിയ ഉടനെ പോലീസുകാർ അവിടേക്ക് പുറപ്പെട്ടു. ആളെ പിടികൂടി. തീരെ അവശനായൊരു മനുഷ്യൻ ആരുടെയോ തടങ്കലിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു വന്നതുപോലെ. തൻ്റെ കുഴിഞ്ഞ ആർദ്രമായ കണ്ണുകൾ മുഴിപ്പിച്ച് അയാൾ പോലീസുകാരോട് ഒരു കാര്യം പറഞ്ഞു. അയാൾക്ക് പറയാനുണ്ടായിരുന്നത് ഒരു കൊടും ക്രൂരനായ സൈക്കോപാത്തിനെ കുറിച്ചായിരുന്നു. അയാളെ തടവിലാക്കി ഡ്രഗ്സ് കുത്തിവെച്ച് ഇത്രയും നാൾ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്ന ജെഫ്രി ഡാമർ എന്നയാളെക്കുറിച്ച്. പോലീസുകാർ നേരെ ഡാമറുടെ അപ്പാർട്ട്മെൻറ്റിലെത്തി. ഉടനെ തന്നെ അയാളെ കസ്റ്റഡിയിലെടുത്തു. പിന്നീട് ആ അപ്പാർട്ട്മെൻറ്റ് മുഴുവൻ പരിശോധിക്കാൻ ആരംഭിച്ചു. ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഡൈനിങ് ഏരിയ മുഴുവനും പുതുതായി വാങ്ങിയ ഹാർഡ്വെയർ ഉപകരണങ്ങൾ നിറഞ്ഞിരുന്നു. ടേപ്പ്, ചുറ്റിക, കൈവാൾ എന്നിങ്ങനെയുള്ള ഉപകരണങ്ങൾ. കൂടാതെ ബെഡ്റൂമിൽ നിന്നും ഒരു ഡ്രില്ലിംഗ് മെഷീനും അവർ കണ്ടെടുത്തു. പോലീസുകാരുടെ കൂടെ വന്ന കൈവിലങ്ങുകൾ അണിഞ്ഞ ആ മനുഷ്യൻ അവരെ നയിച്ചത് അവിടുത്തെ റെഫ്രിജറേറ്ററിൻ്റെ സമീപത്തേക്കായിരുന്നു. ആ റെഫ്രിജറേറ്ററിൻ്റെ ഉള്ളിൽ ഒരു പുരുഷന്റെ തല വെട്ടിയെടുത്ത് സൂക്ഷിച്ചിരുന്നു. ഇത് മാത്രമല്ല, അവിടെ നിന്നും നിരവധി മനുഷ്യരുടെ ശരീരഭാഗങ്ങൾ പോലീസ് കണ്ടെത്തി. അക്കൂട്ടത്തിൽ 7 തലയോട്ടികളുണ്ടായിരുന്നു. അതിൽ 3 പെയിന്റ് പൂശിയിരുന്നു. തലയോട്ടികൾ മാത്രമല്ല പോലീസുകാർക്ക് ലഭിച്ചത്. 4 തലകളും മുടിയും, മനുഷ്യമാംസം, കൈകൾ, പുരുഷ ജനനേന്ദ്രിയങ്ങൾ, ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്ന ഹൃദയം, പേശികൾ, 200 ലിറ്ററിൻ്റെ ഡ്രമ്മിൽ സൂക്ഷിച്ചിരുന്ന അഴുകിത്തുടങ്ങിയ 3 ശവശരീരങ്ങൾ എന്നിവയടക്കം അയാളുടെ കൊടും ക്രൂരതയുടെ പതിപ്പുകൾ എല്ലാം തന്നെ പോലീസ് കണ്ടെടുത്തു. ഇതിനെല്ലാം പുറമെ തൻ്റെ വിക്ടിംസിൻ്റെ ജീവനോടെയും അല്ലാതെയും ഡിസെക്റ്റ് ചെയ്ത നിലയിലും ഉള്ള പോളറോയിഡ് ഫോട്ടോഗ്രാഫുകൾ, ഹൈഡ്രോക്ലോറിക് ആസിഡ് അഥവാ മ്യൂറിയാറ്റിക് ആസിഡ്, കറകൾ വൃത്തിയാക്കുന്നതിനുള്ള ഡീഗ്രീസിംഗ് സൊല്യൂഷൻസ് എന്നിവയുടെ വലിയ പാക്കറ്റുകൾ, ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഇത്രയും കൊലപാതകങ്ങൾ നടന്ന സ്ഥലമായിട്ട് കൂടി അയാളുടെ അപ്പാർട്ട്മെൻറ്റ് ഏറെക്കുറെ ക്ലീനായിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ഗന്ധമോ അഴുക്കുകളോ ഇല്ലാതെ അത് നന്നായി പരിപാലിക്കപ്പെട്ടിരുന്നു. ലിവിംഗ് റൂമിൽ അയാൾ പുതുതായി വാങ്ങിയ കാർപ്പറ്റ് ഉപയോഗിക്കാത്ത നിലയിൽ കാണപ്പെട്ടു. മാത്രമല്ല, അവിടെ ആളുകളെ നിരീക്ഷിക്കുന്നതിനുള്ള സർവെയിലൻസ് ക്യാമറ പോലെയുള്ള ഉപകരണങ്ങൾ സെറ്റ് ചെയ്യാനായി വാങ്ങിവെച്ചിരുന്നു. ഡാമറുടെ അപ്പാർട്ട്മെൻറ്റിൽ ഒരു വലിയ ഫിഷ് ടാങ്ക് ഉണ്ടായിരുന്നു. ആ ഫിഷ് ടാങ്ക് വെച്ചിരുന്ന ടേബിളിൽ കിടത്തിയാണ് അയാൾ തൻ്റെ ഇരകളെ കീറി മുറിച്ചിരുന്നത്, ഫോട്ടോഗ്രാഫുകൾ എടുത്തിരുന്നത്. അയാളുടെ ബെഡ്റൂമിൽ വിരിച്ചിരുന്ന വിരിയിൽ രക്തക്കറ ഉണ്ടായിരുന്നു. രക്തം പുരണ്ട ഒരു പോളറോയിഡ് ക്യാമറയും കിടക്കയുടെ അടിയിൽ ഒളിപ്പിച്ച നിലയിലുള്ള ഒരു കത്തിയും പോലീസിന് കിട്ടി. ആളുകളെ കൊല്ലുക മാത്രമായിരുന്നില്ല, മറിച്ച് അവരുടെ വിവിധ അവസ്ഥകളിലുള്ള ഫോട്ടോഗ്രാഫുകളും ശരീരഭാഗങ്ങളും കരകൗശല വസ്തുക്കളായി സൂക്ഷിക്കുന്ന ശീലവും ജെഫ്രി ഡാമർക്ക് ഉണ്ടായിരുന്നു. അമ്പരപ്പിക്കുന്ന മറ്റൊരു കാര്യം അയാളുടെ അടുക്കളയായിരുന്നു. അവിടെ ആഹാര പദാർത്ഥങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കുക്കിങ്ങിനായി ബട്ടറിനു പകരം ഉപയോഗിക്കുന്ന ക്രിസ്കോ ഗ്രീസിൻ്റെ ഒരു ക്യാൻ അവിടെ കാണപ്പെട്ടു. തൻ്റെ വിക്ടിംസിനെ ടോർച്ചർ ചെയ്ത് കൊല്ലുന്നതിന് പുറമെ അയാൾ ഭക്ഷിച്ചിരുന്നു എന്നുള്ള കാര്യം പോലീസ് പിന്നീട് കണ്ടെത്തി. ഫോറൻസിക് പതോളജിസ്റ്റിൻ്റെ സഹായത്തോടെ പോലീസ് വിക്ടിംസിൻ്റെ മരണം നടന്ന വിധവും സമയവും മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളും കണ്ടെത്തി രേഖപ്പെടുത്തി. ഡാമറുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും കണ്ടെടുത്ത തലയോട്ടികളിൽ പലതിൻ്റെയും മുകൾ ഭാഗത്തായി ഡ്രിൽ ചെയ്തുണ്ടാക്കിയ ദ്വാരങ്ങൾ കാണപ്പെട്ടു. ചിലതിൽ 1, ചിലതിൽ 2, ചിലതിലാകട്ടെ 3, 4 എന്നിങ്ങനെ. ഈ തലയോട്ടികളുടെ പഴക്കം കണക്കാക്കിയപ്പോൾ ഏറ്റവും അവസാനം കൊല്ലപ്പെട്ട വിക്ടിമിൻ്റെ തലയോട്ടിയിലാണ് ഏറ്റവും കുറവെണ്ണം ദ്വാരമുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതുമാത്രമല്ല, ഈ ദ്വാരങ്ങളിൽ പലതും തുളച്ചുണ്ടാക്കിയത് വിക്ടിംസിന് ജീവനുള്ളപ്പോൾ ആയിരുന്നു. പോലീസിൻ്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ നിന്നും തൻ്റെ ഇരകളുടെ തലയോടുകളിൽ ദ്വാരമിട്ട് അതിലേക്ക് ആസിഡും മറ്റ് രാസവസ്തുക്കളും ഇഞ്ചക്റ്റ് ചെയ്ത് പരീക്ഷണങ്ങൾ നടത്തിയിരുന്നതായി ഡാമർ സമ്മതിച്ചു. മരുന്നുകൾ കുത്തിവെച്ച് ആളുകളെ മയക്കിക്കിടത്തിയതിനു ശേഷമാണ് ഡാമർ ഇത്തരം ക്രൂരകൃത്യങ്ങൾ നടത്തിയിരുന്നത്. ഇത്തരമൊരു സന്ദർഭത്തിൽ ഡാമറുടെ ഒരു വിക്ടിം മയക്കത്തിൽ നിന്നും വളരെ നേരത്തെ ഉണർന്ന് ബഹളം വയ്ക്കുകയുണ്ടായി. അയാളെ ഡാമർ കഴുത്തിന് കുത്തി വീഴ്ത്തുകയാണ് ഉണ്ടായത്. 1978 മുതൽ 1991 വരെയുള്ള കാലയളവിലായി
ഡാമറുടെ ക്രൂരകൃത്യത്തിന് ഇരയായത് ഏകദേശം 17ഓളം പേരാണെന്നാണ് കണ്ടെത്തൽ. 1978 ഒഹിയോയിൽ വെച്ചായിരുന്നു അയാളുടെ ആദ്യ കൊലപാതകം. പിന്നത്തേത് 1987 നടത്തി. അടുത്ത 5 വർഷങ്ങളിലായി ഡാമർ 15 പേരെ കൂടി കൊന്നു. കൂടുതൽ കൊലപാതകങ്ങളും നടത്തിയത് മിൽവോക്കി, വിസ്കോൺസിൻ എന്നിവിടങ്ങളിലാണ്. ഡാമറുടെ ഇരകളെല്ലാം തന്നെ പുരുഷന്മാരായിരുന്നു. അതിൽ കൂടുതലും ആഫ്രിക്കൻ അമേരിക്കൻ വംശജർ. കൂട്ടത്തിൽ ഏഷ്യൻ, ലാറ്റിൻ വംശജരും ഉണ്ട്. ലോക്കൽ ബാറുകളിൽ നിന്നാണ് ഡാമർ തനിക്ക് വേണ്ടുന്ന ഇരകളെ തിരഞ്ഞെടുത്തിരുന്നത്. ഡാമറുടെ അപ്പാർട്ട്മെന്റിൽ നിന്നും അയാൾ കൊലപ്പെടുത്തിയ ഏകദേശം 11ഓളം വിക്ടിംസിന്റെ ശരീരഭാഗങ്ങൾ പോലീസ് കണ്ടെടുത്തു. ഫോറൻസിക് വിദഗ്ധർ കൊല്ലപ്പെട്ട പലരുടെയും ഐഡന്റിറ്റി മനസ്സിലാക്കിയെടുത്തത് അവരുടെ ഡെന്റൽ റെക്കോർഡ്സിൽ നിന്നാണ്. പല്ലുകളുടെ രൂപം, അകലം, എണ്ണം, നിരകളുടെ സ്വഭാവം ഇതെല്ലാം വെച്ച് ഒരാളെ തിരിച്ചറിയാൻ കഴിയും. ജെഫ്രി ഡാമർ അയാളൊരു നരഭോജിയായിരുന്നു. ലൈംഗികപരമായ പക്വതയില്ലാത്ത, സെക്ഷുവലി ഇമ്മച്ചുറും ഫ്രസ്ട്രേറ്റഡുമായ, ശവത്തിനെ പോലും ഭോഗിക്കാൻ തയ്യാറുള്ള ഒരു നെക്രോഫീലിയാക്. 1960 മെയ് 21 US-ലെ മിൽവോക്കിയിലായിരുന്നു ഡാമറുടെ ജനനം. അത്ര നല്ല കുട്ടിക്കാലമായിരുന്നില്ല ഡാമറുടേത്. അച്ഛനും അമ്മയും നിരന്തരമായി വഴക്കു പിടിച്ചിരുന്നത് കണ്ടാണവൻ വളർന്നത്. ഇതൊക്കെ കണ്ടും കേട്ടും അവരോട് അവന് ദേഷ്യം ഉടലെടുത്തു. കുട്ടിക്കാലത്ത് കിട്ടേണ്ട ശ്രദ്ധയും പരിഗണനയും സമഭാവനയും സ്നേഹവും വാത്സല്യവും ഒന്നും അവന് ശരിയാവണ്ണം ലഭിച്ചില്ല. ശരിയായ സെക്സ് എഡ്യൂക്കേഷനും അവന് കിട്ടിയില്ല. ഹോമോസെക്ഷലാണ് താനെന്ന് മനസ്സിലാക്കിയതോടുകൂടി അവൻ കൂടുതൽ ഫ്രസ്ട്രേറ്റഡായി. മദ്യം ശീലമാക്കി. തൻ്റെ 18ാമത്തെ വയസ്സിൽ വീട്ടിൽ തനിച്ചായിരുന്ന സമയം അവൻ ആദ്യത്തെ കൊലപാതകം നടത്തി. ഇരയെ കഴുത്ത് ഞെരിച്ചുകൊന്ന് വെട്ടിനുറുക്കി പറമ്പിൽ കുഴിച്ചുമൂടി. ഇതെല്ലാം കഴിഞ്ഞ് കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഡാമർ US ആർമിയിൽ 2 വർഷം ജോലി ചെയ്തു. പിന്നീട് തൻ്റെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് അയാൾ തിരിച്ചെത്തി. അതിനുശേഷമാണ് അയാൾ മിൽവോക്കിയിലേക്ക് എത്തിച്ചേർന്നത്. അവിടെ 1988 1990 ഇടയ്ക്ക് ഏകദേശം 15ഓളം യുവാക്കളെ പണവും ഫോട്ടോഗ്രാഫുകളും മറ്റു പലതും ഓഫർ ചെയ്ത് വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി ലൈംഗികപരമായി ഉപയോഗിച്ച ശേഷം വകവരുത്തി. അയാളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട അവസാനത്തെ ഇര പറഞ്ഞതനുസരിച്ച് ആളുകളെ സംസാരിച്ച് വശത്താക്കുന്ന ശാന്തതയും വശ്യതയും അയാൾക്കുണ്ടായിരുന്നത്രേ. 1992 ഫെബ്രുവരി 17 ഡാമറിന് കോടതി തുടർച്ചയായ 15ഓളം ജീവപര്യന്തങ്ങൾ ശിക്ഷയായി വിധിച്ചു. പിന്നീട് 1978 ഒഹിയോയിൽ വെച്ച് നടത്തിയ കൊലപാതകത്തിനോടനുബന്ധിച്ച് അയാൾക്ക് 16ാമത്തെ ജീവപര്യന്തവും ശിക്ഷയായി ലഭിച്ചു. 1994 നവംബർ 28 വിസ്കോൺസിൻ ജയിലിൽ വെച്ച് മറ്റൊരു തടവുകാരൻ ഡാമറിനെ കൊലപ്പെടുത്തി.